ഹലോ ഗായ്സ്, നമ്മൾ കുറേ കാലമായി ഒരു ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വന്നിട്ട് ഞാൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു കേട്ടോ കടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത്. അപ്പോൾ എന്തായിരുന്നു ആ റീസൺ എന്തായിരുന്നു എന്ന് അറിയാൻ ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചതാ മോനെ അങ്ങനെ തന്നെ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ വേഗം പോയി മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. ഇതിൽ കുറച്ച് വീഡിയോസുള്ളൂ, ഒന്നും അങ്ങനെ എടുക്കാനായിട്ടൊരു മൂഡൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഒന്നിൽ എൻഗേജ്ഡ് ആവണമല്ലോ. അങ്ങനെ ഇക്കാൻ്റെ നിർബന്ധത്തിലാട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. പിന്നെ മെൻ്റലി ഒട്ടും ഓക്കെ അല്ല, അതുകൊണ്ട് ഞാനൊന്ന് റെഡിയായി വരണമല്ലോ. അതെൻ്റെയും കൂടി ആവശ്യമായതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഞാനിതാ മുറ്റൊക്കെ അടിച്ചു വരും. ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ വയനാട്ടിൽ. നിങ്ങളൊക്കെ അവിടെ മഴ ഉണ്ടോ? ചൂടൊക്കെ കുറവുണ്ടോ എന്ന സ്ഥിതി? അപ്പം ഞാൻ കുടിക്കാനുള്ള വെള്ളമൊക്കെ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട്, ഇപ്പോൾ തണുപ്പല്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഫ്രിഡ്ജിലത്തെ വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യൽ. അങ്ങനെ ഞാൻ അടുക്കളയിൽ നിന്ന് നേരെ അടിച്ചു വരാൻ പോയി. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു ഓർമ്മ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ല മഴ പെയ്ത്. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കി കേട്ടോ. നമ്മൾ അടപ്രഥമനില്ലേ കണ്ടോ, നല്ല മഴയാണ് കേട്ടോ നമ്മുടെ. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ദിവസവും വൈകുന്നേരം നല്ല മഴ പെയ്യും കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം മുറ്റത്ത് നിന്ന് മഴയൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് ഇടയ്ക്കിടയ്ക്ക് എവിടെ നിന്നോ ഒരു വിഷമം ഇങ്ങനെ മനസ്സിലോട്ട് ഓടി വരും. പിന്നെ ആ വിഷമം മാറാൻ ഭയങ്കര പണിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ തോർന്ന് നിന്നപ്പോൾ ചെടികളൊക്കെ ഒന്ന് പോയി നോക്കി. അപ്പോൾ ഈ ചെടി ഞാൻ നട്ടതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 2-3 പൂവൊക്കെ വന്നിട്ടുണ്ട്. നല്ല മഴയുണ്ട്. അപ്പോൾ മഴയൊക്കെ തോർന്ന് വൈകുന്നേരം ആയപ്പോൾ നമ്മളൊരു കസിൻ്റെ ഒരു ഫങ്ഷൻ ഉണ്ട്, അതിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഡ്രസ്സ് വാങ്ങാൻ പോകാം കേട്ടോ. ഞാനും ഇക്കയും മോനും കൂടിയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ മഴയൊക്കെ തോർന്നിക്ക്, എന്നാലും വണ്ടിയിൽ പോകുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തി. 8:30 ആയപ്പോഴാണ് പോയത്. വലിയ തിരക്കൊന്നുമില്ല. അപ്പം നമുക്ക് കയറേണ്ട ഷോപ്പിലെത്തി. അങ്ങനെ അവിടെ രാത്രി ആയതുകൊണ്ട് ഫുൾ തിരക്കായിരുന്നു. അങ്ങനെ കുറേ വലിച്ചിട്ട് വാരിയ സ്ഥലത്തു നിന്ന് എങ്ങനെയൊക്കെയോ തപ്പി 2 ഡ്രസ്സൊക്കെ കിട്ടി. അങ്ങനെ നേരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോനിക്ക് ഷവർമ്മ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കഴിക്കുക, പുറത്തിറങ്ങിയതല്ലേ, പുറത്തിറങ്ങിയാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കാതെ പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു ഷവായി കടയിൽ കയറിയപ്പോൾ അവിടെ ഷവർമ്മ ഇല്ല. അങ്ങനെ നമ്മൾ നേരെ വിട്ടത് നെസ്റ്റോക്കാണ് കേട്ടോ. നെസ്റ്റോയിലെത്തിയപ്പോൾ കുറേ ഐറ്റംസ് ഉള്ളതും കൊണ്ട് എന്താ എടുക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എന്താക്കി, നഗറ്റ്സും ഐസ്ക്രീമും പാലും പിന്നെ വേറെന്തോ ഒന്നും കൂടി